ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ്സിലല്ല ഇൻവെസ്റ്റ് ചെയ്തത്, എൻ്റെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു വിശ്വാസമാണ്. കാരണം എനിക്ക് സീറോ നോളജാണ് ഹോട്ടൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ വലിയൊരു എമൗണ്ടാണ്, അവർ ഹാർഡ് ആൻഡ് മണിയാണ് എൻ്റെ കയ്യിലേക്ക് തരുന്നത്. കപിൽ ദേവ് വന്ന് നമ്മുടെ നാട്ടിൽ റിസോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ കേട്ടതും കണ്ടതുമായ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് മൊമെൻ്റ് ആയിരുന്നു. നെഗോഷിയേഷൻ ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാത്ത ആളാണ്. ഞാനും നെഗോഷിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒരു സാധനം ഞാൻ വിൽക്കുമ്പോൾ സ്വർണ്ണ ബിസിനസ്സിലാണെങ്കിലും ഞാൻ സത്യം മാത്രം പറയാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളാണ്. എല്ലാവരും ഇൻവെസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് 700 ഹാപ്പി ഇൻവെസ്റ്റേഴ്സ്. അതൊരു മൈൽ സ്റ്റോൺ അല്ലേ? ബിസിനസ് ഈസ് ഓൾ അബൌട്ട് കോമൺ സെൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴും ബിസിനസ് നടക്കുന്നത് പിന്നെ പുറത്ത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പഠനത്തിന് ശേഷം മലബാറിൽ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറി ബ്രാൻഡിൽ ഒരു ജോലിക്കാരനായി തുടക്കം. അവിടെ നിന്ന് 12 വർഷങ്ങൾക്കിപ്പുറം വലിയൊരു പൊസിഷൻ രാജിവെച്ചിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. ലോകഭൂപടത്തിൽ മലയാളികൾക്ക് അഭിമാനമായിട്ട് വയനാട്ടിൽ മോറിക്യാപ്പ് എന്ന റിസോർട്ട് അദ്ദേഹം സമർപ്പിക്കുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു. അതിനുശേഷം തൻ്റെ ക്രിക്കറ്റിനോടുള്ള പാഷനെ നിലനിർത്തിക്കൊണ്ട് ലോർഡ്സ് 83 എന്ന് പറയുന്ന പ്രൊജക്ട് കപിൽ ദേവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചപ്പോഴും മലയാളികളെല്ലാം കൈയടിച്ചു. 700-ലധികം ഇൻവെസ്റ്റേഴ്സുമായി നിഷിൻ നടത്തുന്ന ആ യാത്ര വളരെ മനോഹരമാണ്. പകരം വയ്ക്കാനില്ലാത്ത ആ വ്യക്തിത്വമാണ് ഇന്ന് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ നമുക്ക് കഥ പറയാൻ കിട്ടിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ തവണയല്ല, സ്പാർക്കിന്റെ സ്ഥിരം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഇന്ന് അദ്ദേഹം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ 3ാമത്തെ തവണയാണ് എത്തുന്നത്. നിഷിക മൊമന്റസ് ജ്വല്ലറി എന്ന് പറയുന്ന ആ വലിയ സാമ്രാജ്യത്തിന്റെ പുതിയ തുടക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന വലിയ സ്വപ്ന പദ്ധതികളെക്കുറിച്ചും നമ്മളോടൊന്ന് സംസാരിക്കുകയാണ്. നിഷിൻ, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും 1ഉം 2ഉം വന്നിട്ടുണ്ട്. 3ാമത്തെ തവണ ഈ ഹോട്ട് സീറ്റിൽ എഗെയിൻ ഒരു സക്സസ് സ്റ്റോറി പറയാൻ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഇവിടെ വന്നു പോകുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തണമെന്നും ആ വിജയങ്ങൾ നമ്മൾ സാക്ഷിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അഭിമാനിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിലാണ് ജനിച്ചതും വളർന്നതും. എനിക്കൊന്ന് സ്പാർക്കിന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്റ്റോറി ആയിരിക്കും നിഷിൻ്റേത്. അതിനേക്കാൾ ഉപരി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ബ്രാൻഡാണ്. വയനാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും ലോക മാർക്കറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, കുടുംബപരമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അതൊരു കാപ്പി കച്ചവടം അല്ലെങ്കിൽ തേയില ഒരു പറയുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പഠനശേഷം അതിലേക്ക് ഇറങ്ങാതെ എന്തുകൊണ്ടാണ് ഒരു ജോലിയിലേക്ക് പോകാൻ താല്പര്യനായത്? ശരിക്കും ഞങ്ങളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ദർ ഫ്രം കാലിക്കറ്റ്. അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1800s വയനാട്ടിലേക്ക് അവർ ഷിഫ്റ്റ് ആയതാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്നത്തെ ഓപ്പർച്യൂണിറ്റിയും അന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ബിസിനസ് ചെയ്തത്. അവർ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരു ബിസിനസ് മോഡലാണ് അവിടെ ഉള്ളത്. ആ കാലഘട്ടത്തിനെ സംബന്ധിച്ച് അന്നത്തെ ടെക്നോളജി, അന്നത്തെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അന്ന് നന്നായി പെർഫോം ചെയ്തതും ഫ്ലറിഷ് ചെയ്തായിട്ടുള്ള ബിസിനസ്സാണ്. സ്പൈസസ്, ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ, കൺസെഷൻ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഫാമിലി ബിസിനസ്സായിരുന്നു നമ്മളെ ബിസിനസ്. അതേസമയം തന്നെ എൻ്റെ മറ്റേണൽ സൈഡിൽ നോക്കുകയാണെങ്കിലും മദർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ അറൗണ്ട് 1960s കൂർഗിലേക്കാണ് അവർ മൂവ് ചെയ്തത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കൾച്ചർ എല്ലാവരും അറിയാം. പലരും പല രാജ്യങ്ങളിലേക്കൊക്കെ മാറുന്നു, ദുബായിലേക്ക് മാറുന്നു. അതേപോലെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് ഫാദറൊക്കെ മാറിയത് ഈ വയനാടും കൂർഗും ബേസ് ചെയ്തിട്ടാണ്. അവർ ബേസിക്കലി ടു ദ കോഫി ബിസിനസ്സിലായിരുന്നു, നോട്ട് ഇൻ തേയില ബിസിനസ്സിലില്ല, കോഫി ബിസിനസ്സിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് മിനി ബിസിനസ്, ഓട്ടോമൊബൈൽ ബിസിനസ്, അന്നത്തെ കാലത്ത് ഒരു ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജ്വല്ലറി ബിസിനസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു, ലോഡ്ജിങ് ഉണ്ടായിരുന്നു. അപ്പം വിവിധ മേഖലകളിലൊക്കെ അവർ ഫ്ലറിഷ് ചെയ്ത് അന്ന് ആണ് നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് തന്നെ അവരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് വന്നപ്പം എഡ്യൂക്കേറ്റഡായി. അന്ന് എഡ്യൂക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ്, പണ്ട് ബിസിനസ് മാത്രമായിരുന്നു. എന്നാലും നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരും 99% ആളുകളും അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല കോളേജിൽ, ഉദാഹരണത്തിന് അന്ന് ഫറൂഖ് കോളേജ്, അതേപോലെ തന്നെ വലിയ കോളേജിലൊക്കെ പഠിച്ച ആളുകളായിരുന്നു നമ്മുടെ ഫാമിലിയിലെല്ലാവരും. അപ്പോൾ ആ എക്സ്പോഷറും ആ ഒരു ഇതാണ് ഈ ബിസിനസ്സിലേക്ക് വരാനൊരു സാധ്യത. ഞാൻ എൻ്റെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ
ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് മാർക്കറ്റിംഗ് ആൻഡ് റീറ്റെയിൽ മാനേജ്മെൻറ്റാണ്. അപ്പം അന്ന് ഞാൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് എടുക്കാൻ കാരണം ഐ ആം ഫ്രം കേരളത്തിൽ നിന്നാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. പിന്നെ ഞങ്ങൾ കണ്ട ബിസിനസ്സൊക്കെ ജ്വല്ലറി ബിസിനസ്സും ഒക്കെ ആയതുകൊണ്ടും റീറ്റെയിൽ ബിസിനസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും എന്താണ് അതിനോടൊരു താല്പര്യം തോന്നിയത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ദുബായ് അതേപോലെ തന്നെ മറ്റ് കൺട്രീസിൽ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഓപ്റ്റ് ചെയ്തത് എനിക്ക് ഇന്ത്യയിൽ തന്നെ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിൽ തന്നെ എന്താണ് ഗ്രോ ചെയ്യാനുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു അന്നൊരു ജ്വല്ലറി മേഖലയിലാണ് എനിക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓൾറെഡി എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ലൈക്ക് എൻ്റെ വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ അമ്മാവൻ്റെ കടയിൽ പോയി ഇരിക്കലും അതായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും സെയിം ഫീൽഡ് ആയതുകൊണ്ട് അതിനോടൊരു താല്പര്യം തോന്നി. അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലായി എനിക്ക് ഏറ്റവും ഇമ്പ്രസ് ആയത് ആ ഒരു കമ്പനിയിൽ വർക്ക് അതിൻ്റെ ഒരു വിഷനറി ലീഡറാണ്. ആ ലീഡർ ബ്രാൻഡിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ബ്രാൻഡ് ഒരു വളരെ ചൈൽഡ്ഹുഡ് ഗ്രോ ചെയ്ത് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു കമ്പനിയായി. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനാണ് യഥാർത്ഥത്തിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള എൻ്റെ താല്പര്യത്തിലേക്ക് വന്നത്. എൻ്റെ ഒരു മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളത്. എന്ത് ചെയ്തെന്നൊന്നും അറിയില്ല, പക്ഷേ ഗ്ലോബലി ബ്രാൻഡ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയതാണ്. ഗ്ലോബൽ ബ്രാൻഡ് ആകുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻ്റർനാഷണൽ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റർ ചെയ്ത ബിസിനസ് റിസോർട്ട് ബിസിനസ്സാണ്. അതും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഐ സ്റ്റാർട്ടഡ് വിത്ത് 5-star റിസോർട്ട്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് എൻ്റെ ഈ എഡ്യൂക്കേഷൻ നോളജ് ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കുറേ കൺസൾട്ടൻറ്റിനെ വെച്ചു. എനിക്ക് സീറോ നോളജാണ് ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം. അതെ, പക്ഷേ സീറോ നോളജ് ബിസിനസ്സിൽ വെച്ചിട്ട് പക്ഷെ എന്താണ് വി ആർ ഇൻ ടു മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. എല്ലാം ചെയ്യും, നമുക്കെല്ലാം മാനേജ് ചെയ്യും. കോഫി ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂല, പക്ഷെ എന്താണ് സ്റ്റിൽ ഞങ്ങൾ അത് മാനേജ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ എന്താണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മുറിക്കാപ്പ് റിസോർട്ട് കിട്ടിയത്. ഞാൻ അതിലേക്ക് എന്താണ് എൻ്റെ കഴിവുന്നൊരു ഈ ഒരു വിഷൻ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് പൂർണ്ണമായിട്ട് നമ്മളെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് ഞാൻ എന്താണ് ഒരു ഫ്രാക്ഷണൽ മോഡൽ ഞാൻ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഐ തിങ്ക് എൻ്റെ അറിവിൽ ഐ ഡോണ്ട് നോ ഇത് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ റിസോർട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ കൊണ്ടുവരും. അല്ല, ഡെഫിനറ്റ്ലി അത് അറിവിലല്ല, അതൊരു നിജസ്ഥിതിയാണ്. ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുറത്തുനിന്ന് പിച്ച് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കിയ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു മുറിക്കപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മൂന്നാറിലേക്ക് കുറേ പ്രൊജക്റ്റുകളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഐ എം ഹാപ്പി ആ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഞാൻ എന്താണ് വളരെ ഹാപ്പിയാണ്. നമ്മളൊരു വഴി വെട്ടി തെളിച്ചു കൊടുത്തല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പാർട്ണർഷിപ്പ് ബിസിനസ് മോഡൽ കുറേ ഹോട്ടൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കയ്യിലുണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കോഫി പ്ലാന്റേഷനാണ് വയനാട്ടിലുള്ളത്. ആ കോഫി പ്ലാന്റേഷൻ ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഹോട്ടൽ ബിസിനസ് ആക്കി. ലാൻഡ് ആയിരുന്നു നിഷിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ലാൻഡും അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ വിശ്വസിക്കുന്ന ആളുകൾ ആദ്യം ഞങ്ങളെ ഫാമിലി ആയിരിക്കും. എൻ്റെ കൂടെയുള്ള ഫാദറിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമായിട്ട് വന്നത്. പിന്നീട് എന്താണ് എന്നെ അറിയുന്ന ആളുകൾ കുറേ ആളുകളിലേക്ക് ഇതിൽ. അപ്പോൾ ഒരു മിറാക്കിൾ പോലെ ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിക്കുന്നതിൽ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ ഞാനെപ്പോഴും അതിശയപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആളുകൾ എൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ്സിലല്ല ഇൻവെസ്റ്റ് ചെയ്തത്, എൻ്റെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു വിശ്വാസമാണ്. കാരണം എനിക്ക് സീറോ നോളജാണ് ഹോട്ടൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ വലിയൊരു എമൗണ്ടാണ് അവരെ ഹാർഡ് ഏൺ മണിയാണ് എൻ്റെ കയ്യിലേക്ക് തരുന്നത്. അത് ഒഴിഞ്ഞിരിക്കുന്ന കാശൊന്നുമല്ല. അപ്പോൾ അത് തന്നു. 2 വർഷം കൊണ്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത സാധനം എന്താണ് അതേപോലെ തന്നെ ടൈം ലൈനിൽ നമ്മൾ പ്രൊജക്റ്റ് അച്ചീവ് ചെയ്തു. ഇതൊക്കെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റും പ്രൊഫഷണൽ അപ്രോച്ചുമാണ് എന്നെ സഹായിച്ചത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ പ്രൊഫഷണലിസം ഞങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ ബിസിനസ് എന്താണ് ഞങ്ങൾ പ്രൊജക്റ്റാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട്. ആ സ്ട്രഗിളിംഗ് ഒക്കെ കടന്നു പോകാനുള്ള കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ എന്താണ് ആ ക്രിക്കറ്റിൻ്റെ തിയറിയാണ് എന്താണ് അടുത്ത മാച്ച്. അപ്പോൾ എല്ലാത്തിനും അടുത്തതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ 2 ഫ്ലഡാണ്. 2017 ഞാൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്.
2019-ലും 2017-ലും എന്താണ് ഫ്ലഡ് വന്നു, നിപ്പ വന്നു, കോവിഡ്. പിന്നെ ഞാൻ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓൺ ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു പ്രൊജക്റ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള ഒരു സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ, സിൻസ് ഐ എം ഫസ്റ്റ് മൂവർ ആയതുകൊണ്ട്, ഫസ്റ്റ് ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ഈ കൺസ്ട്രക്ഷൻ മേഖലയെ കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് കുറേ പഠിച്ച് മനസ്സിലാക്കി ഒരുപാട് അതിലെന്താണ് കൺസൾട്ടൻസിനൊക്കെ കൊണ്ടുവന്നപ്പം ഞങ്ങൾ വിചാരിച്ചൊരു കോസ്റ്റിൽ എന്തായാലും പ്രൊജക്റ്റ് തീരില്ല. അറൗണ്ട് 20-25% എപ്പോഴും എന്താണ് ഹൈക്ക് വരും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വെരി ടഫാണ്. അത് ഞങ്ങൾ ബിസിനസ്സിൽ റവന്യൂ വരുമ്പോൾ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ. പക്ഷെ എന്താണ് ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നമ്മൾ കോവിഡിലേക്ക് പോയി. പക്ഷേ കുറച്ചുകൂടി നോളജും കുറച്ചുകൂടി എന്താണ് അറിവുള്ള ഇൻവെസ്റ്റേഴ്സാണ്. ഒരു ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളല്ല എൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ അറൗണ്ട് 150 പേജിൽ കംപ്ലീറ്റ് DPR പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് 180 പേജസ് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ്. അതെ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ വരും വരായ്മകൾ മനസ്സിലാക്കി കൊടുത്താണ്. എല്ലാ ബിസിനസ്സിലും എന്താണ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ആ നെഗറ്റീവും കൂടി എന്താണ് ഷെയറിങ് ആണ്. ബെനിഫിറ്റ് കിട്ടുമ്പോൾ മാത്രമല്ല നമ്മളെ വിഷമത്തിലും എന്താണ് ഷെയറിങ് എന്നുള്ളതാണ് ഞങ്ങളൊരു ബിസിനസ് മോഡൽ. അത് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചും അവർക്ക് മനസ്സിലായി. അപ്പോൾ കോവിഡ് വന്നപ്പോഴും എന്താണ് ആളുകൾ എന്താണ് ഒരു നാട്ടിലൊരു കോമൺ സിസ്റ്റം, 1 ലക്ഷം കൊടുത്താൽ 1000 രൂപ കിട്ടും എന്നുള്ളതാണ് നാട്ടിലെ സിസ്റ്റം. ഞാൻ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വാങ്ങാറില്ല. ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ബിസിനസ്സിൽ ചിലപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല, നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് വന്നപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സാണ് എൻ്റെ കൂടെ നിന്നത്. നിഷിൻ, യു ഡോണ്ട് വറി, ലോകം മുഴുവനും സ്റ്റക്കായി നിൽക്കുന്നതാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിനക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവിടെയാണ് നിഷിൻ എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹം. അതായത് നിഷിൻ തന്നെ ഇപ്പോൾ പറഞ്ഞു അവർ ഇൻവെസ്റ്റ് ചെയ്തത് എൻ്റെ പ്രൊജക്റ്റിലേക്കല്ല എന്നിലേക്കാണെന്ന്. അപ്പോൾ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായിരിക്കും നിഷിന് ഒരു ട്രസ്റ്റ് അവർക്ക് തോന്നാൻ കാരണമെന്നാണ് നിഷിൻ വിശ്വസിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റേഴ്സായി തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരെന്നെ ചൂസ് ചെയ്തത്, എന്നെ ഓപ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. നിഷിൻ എന്താ വിശ്വസിക്കുന്നത്? എന്നെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിലുള്ള കാരണം നമ്മൾ തമ്മിലുള്ള ഇടപാടുകളായിരിക്കും. മുമ്പ് ഞാൻ ഒരുപാട് ആളുകളായിട്ട് ആ ഇടപാടുകൾ ചെയ്ത ആളുകൾ തന്നെയാണ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആളുകൾ. ഇപ്പോൾ ഞാനെന്താണ് ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയില്ല, ഒരു ബിസിനസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ആണെങ്കിൽ അതിലെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലേ എന്നുള്ള വ്യക്തമായി ഞാൻ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ പറയാറുള്ളത്. ഒരു സാധനം ഞാൻ വിൽക്കുമ്പോൾ, ഞാൻ 10 വർഷത്തിൻ്റെ കരിയർ ഉണ്ടായിരുന്നില്ല, ആ സാധനങ്ങൾ ഞാൻ എന്താണ് ഒരു സ്വർണ്ണ ബിസിനസ്സിലാണെങ്കിലും എന്താണ് ഞാൻ സത്യം മാത്രം പറയാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, ഞാൻ ആരെയും എന്താണ് പ്രഷർ ചെയ്യില്ല. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും. അപ്പോൾ അന്ന് ഗോൾഡ് എടുത്തവർക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ സാധ്യതകളൊക്കെ ഞാൻ എന്താണ് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഗോൾഡ് വാങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എന്തൊക്കെയാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോൾഡ് വാങ്ങുമ്പോൾ പലരും സംശയം എന്താണ് മേക്കിംഗ് ചാർജും പണിക്കൂലിയും പണിക്കുറവും എന്നുള്ളത് എല്ലാ ആളുകൾക്കുള്ളൊരു സംശയമാണ്. അത് വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് ഇതിന് പണിക്കൂലി. ഒരാൾ പണിയെടുക്കാതെ ഒരു ആഭരണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് അപ്രാപ്യമാണ്, അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവർ എൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങല്. അതിൽ അവർക്കൊരു സത്യസന്ധത ഫീൽ ചെയ്തിട്ട് ഉണ്ടാവണം, കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ടായിരിക്കണം എൻ്റെ അടുത്ത് എന്താണ് രണ്ടാമത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോഴും അവരെന്നിലേക്ക് ഞാൻ പറഞ്ഞു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണും അല്ലെങ്കിൽ ചില പ്രൊജക്റ്റുകളുണ്ട്, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത്ര ബെനിഫിറ്റ് കിട്ടും, അങ്ങനത്തെ ഉള്ള യാതൊരു ഓഫറും ഇല്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഷെയർ ചെയ്യും. ഇത്രയും ഇൻവെസ്റ്റേഴ്സായിട്ട് ഇപ്പം പലപ്പോഴും നമ്മൾ പറയും ഒത്തിരി പേരുടെ തല്ലി കഴിഞ്ഞാൽ പാമ്പ് ചാവത്തില്ല എന്ന് പറയും. പക്ഷേ അവിടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഭയങ്കര വലുതാണ്. ആ ലീഡർഷിപ്പ് വളരെ സക്സസ്ഫുൾ ആക്കിയത് കൊണ്ട് മാത്രമാണ് പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ ഇത്രയും ക്രൈസിസിനെ ഓവർകം ചെയ്ത് നമുക്ക് മോറി ക്യാപ്പ് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. ആ ഒരു മൊമെൻറ്റ് എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പം നമ്മൾ അതിനുശേഷം ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു, ഒരുപാട് ഓപ്പണിങ്സ് വന്നു, ഒത്തിരി പ്രൗഡ് മൊമെൻറ്റ്സ് ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്
എപ്പോഴും ഒരു ലേബർ റൂമിന്റെ പുറത്ത് ഫസ്റ്റ് ബേബിയെ കാത്തിരിക്കുന്ന പോലെ ആയിരിക്കും. ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ താമസം ദുബായിലാണ്. ദുബായിൽ അറിയില്ല, എല്ലാ AC കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാൻ പ്രൊജക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ പ്രൊജക്റ്റിലെ കംപ്ലീറ്റ് ഇൻചാർജ്. അതിൽ ഫണ്ട് റൈസിങ് ഞാനായിരുന്നു, അതിൽ കൺസെഷൻ മാനേജ് ചെയ്യുന്ന ഞാനായിരുന്നു, ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഞാനായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലൊന്നാണ് ഞാൻ ഫുള്ളി ഇൻവോൾവ് ആണ് ആ പ്രൊജക്റ്റ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതിലും. അതായത് ആ വയനാട്ടിലാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ചൂടാണ്. ആ ചൂടത്ത് നിന്നിട്ട് എന്താണ് പ്രൊജക്റ്റ് നോക്കി കണ്ട് ഓരോ കാര്യങ്ങളിലും എന്താണ് അതിലെന്താണ് ഓരോ നിമിഷത്തിൽ എന്താണ് എനിക്ക് ഏറ്റവും പ്രൗഡ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടീമിനെ ഡെവലപ്പ്, മോർ ദാൻ 700 പീപ്പിൾ എന്താണ് ഇത്രയും വലിയൊരു സംരംഭം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്താണ് എനിക്കത് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴും എന്താണ് ബിസിനസ് പിന്നെ പുറത്ത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. മോറിക്യാപ്പിൽ നിന്ന് നമ്മൾ അടുത്തൊരു പ്രൊജക്റ്റ് സക്സസ് ആക്കി. അടുത്തൊരു പ്രൊജക്റ്റ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പണ്ടത്തെ ക്രിക്കറ്റ് പ്ലെയറെ ഉള്ളിൽ ഉറക്കി കിടത്താതെ പുറത്ത് ചാടിച്ചുകൊണ്ടായിരുന്നു ലോർഡ്സ് 83 കൃഷ്ണഗിരിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. കപിൽ ദേവ് വന്ന് നമ്മുടെ നാട്ടിൽ റിസോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലിയും കേട്ടതും കണ്ടതുമായ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് മൊമെൻ്റ് ആയിരുന്നു. നിഷൻ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ്. അതും ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സെക്കൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ആഫ്റ്റർ ധർമ്മശാല. വയനാട് വെരി ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ് വയനാട്ടിലെ ഗ്രൗണ്ട്. അപ്പോൾ അതിലെ ഒരു അന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ആള് മിസ്റ്റർ ജയേഷ് ജോർജാണ്. ഞങ്ങൾ റിസോർട്ടിലേക്ക് താമസിക്കാൻ വന്നതാണ്, മോറിക്യാപ്പിലേക്ക്. അവിടെ ഒരു ക്രിക്കറ്റ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അങ്ങനെ അദ്ദേഹം പങ്കുവെച്ച ഒരു ആശയമാണ് ഞാൻ എന്താണ് ഇതിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു ഓപ്പണിങ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു അവിടെ ഒരു പ്രൊജക്റ്റ് ആവശ്യമുണ്ട്, ഞങ്ങൾ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫ്ലഡ് ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് മാച്ചസ് പ്ലാൻ ചെയ്യുന്നു. ഞങ്ങളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവിടെ അക്കോമഡേഷനാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ എന്താണ് ഡിസൈൻ ചെയ്തു വന്നത് എന്താണ് ഒരു ക്രിക്കറ്റ് തീംഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്രിക്കറ്റായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ലക്ഷറി എന്തായാലും ആവശ്യമാണ്. എന്നാൽ ഒബ്വിയസ്ലി ഈ ക്രിക്കറ്റ് ഒരു മണി ഗെയിമും കൂടി ആയതുകൊണ്ടാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ വിൻഡമായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എൻ്റയർ തീം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് തീംഡാണ്. അതിൽ ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ടുള്ള ലൈക്ക് ഇന്ത്യ 1983 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കപിൽ ദേവിൻ്റെ അണ്ടറിലുള്ള ടീം വേൾഡ് കപ്പ് അടിച്ചാണ്. ആ കപിലിൻ്റെ സ്റ്റോറിയാണ് നമ്മളത് പറയുന്നത്. ഈ സ്റ്റോറി തന്നെ ഞാൻ നരേറ്റ് ചെയ്തത് കപിൽ ദേവായിട്ടാണ്. അപ്പോൾ കപിൽ ദേവ് സാർ എന്താണ് അദ്ദേഹത്തെ വളരെ ഇമ്പ്രസ്ഡ് ആയാണ്. അദ്ദേഹം വന്ന് തന്നെയാണ് ആ ഒരു പ്രൊജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ അതൊരു ഞാൻ ലോർഡ്സിൽ ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കാണുമ്പം ഈ ലോർഡ്സിൻ്റെ ഒരു വീഡിയോ കാണാൻ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ ക്രിക്കറ്റിന് അവർ സെല്ലിയാണ് ആ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം വെച്ചിട്ട്. അതായത് ഇന്ത്യൻ സ്റ്റോറിയാണ് അവർ പറയുന്നത്. എല്ലാ വിസിറ്റേഴ്സും UK വിസിറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നീട് ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇന്ത്യൻസാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ആ ഇന്ത്യൻസിനോട് കപിൽ ദേവ് ഇവിടെയാണ് നിന്നത്, അല്ലെങ്കിൽ ഗാംഗുലി ഇവിടെ നിന്നാണ് ടീഷർട്ട് ഊരിയത്, ഇതൊക്കെയാണ് അവിടുത്തെ സെല്ലിംഗ് പോയിന്റ്. അവരതിന് അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും പ്രൗഡ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു ഇന്ത്യ വിൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ സംബന്ധിച്ച് ഒരുപാട് മോട്ടിവേഷൻ, ഒരുപാട് പൊളിറ്റിക്കലി അതേപോലെ തന്നെ സോഷ്യലി ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മൂമെൻ്റാണ്. ആ മൂമെൻറ്റിനെ കുറിച്ചിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഞങ്ങളെന്താണ് ആ കഥ ഇപ്പോഴും നരേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അവസാനിക്കാത്ത കഥയാണ്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ കഥയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെ ഒരു നല്ല കർമ്മം കൂടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യനെ കുറിച്ച് അറിയലും ഇപ്പോൾ പല തലമുറകൾക്കും എന്താണുള്ള ക്രിക്കറ്റിൽ നിന്ന് ക്രിക്കറ്റിലെ ഹിസ്റ്ററി അറിയാത്ത ആളുകളാണ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി നരേഷൻ മോഡലിൽ തന്നെയാണ് നമ്മൾ ആ റിസോർട്ടിനെ കൊണ്ടുപോകുന്നത്. ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ഇതൊരു ടീം വർക്കാണ്. ഒരു ടീം എല്ലാവരും കൂടി ഒരുമിച്ച് നേടിയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ റോളുകളുണ്ട്, അവരവരുടേതായ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട്. എത്രത്തോളം ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒരു ടീം വർക്കിലേക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ക്ലബ് ചെയ്ത് ചെയ്യാൻ സാധിച്ചു? ക്രിക്കറ്റ് ഒരു മാനേജ്മെന്റ് തന്നെയാണ്. ക്രിക്കറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ഇപ്പോൾ നമ്മളൊരു മാച്ചിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ
ആ ടീമിനെ എതിർ ടീമിനെ കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് അനാലിസിസ് നമ്മളെടുത്തും അവർ മുമ്പ് എത്ര മാച്ചസ് വിൻ ചെയ്ത്, എത്ര ഗെയിം അവർ സെറ്റ്, അവിടുത്തെ ബെസ്റ്റ് ബോളറാണ്, ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആരാണ്, ലെഫ്റ്റ് ഹാൻഡറാണോ റൈറ്റ് ഹാൻഡറാണോ. അതേപോലെ തന്നെ ഞങ്ങളെ എക്സിസ്റ്റിംഗ്, ഇതൊരു ഷോർട്ട് അനാലിസിസ് കൂടി, ഞങ്ങൾ എക്സിസ്റ്റിംഗ് ടീമിൻ്റെ കപ്പാസിറ്റിയും കൂടി ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് മാച്ചിന് ഇറങ്ങുക. ഇതൊരു വാറാണ്. ആ വാറിൽ വിൻ ചെയ്യാം, നമ്മളെന്താണ് ലൂസ് ചെയ്യാം. 2 ഓപ്പണിങ്സാണ്. എല്ലാ സമയം എന്താണ് നമ്മൾ ലേണിംഗ് ആണ്. വിൻ ചെയ്ത് കഴിഞ്ഞാലും ലൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് നമുക്കൊരു ലേണിംഗ് ആണ്. ആ ലേണിംഗ് തിയറിയാണ് ഞങ്ങൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഒരു മോട്ടിവേഷൻ. ഇറ്റ്സ് നോട്ട് ഓൺലി അതിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് ഇറങ്ങിയോണ്ട് അറിയില്ല, ക്രിക്കറ്റിൽ എങ്ങനെ ബാറ്റ് പിടിക്കാൻ അറിയണം, എങ്ങനെ ഒരു ബോൾ ഫേസ് ചെയ്യാൻ അറിയണം, അതേപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെ ഒരു ബോൾ സ്വിങ് ചെയ്യാൻ അറിയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് പഠിക്കാനുണ്ട്. ബിസിനസ്സിൽ അതുപോലെ നമ്മളെന്താണ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ പല ആളുകളും സംസാരിക്കുന്ന ബിസിനസ്സിൽ എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് മിനിമലായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സയൻസ് വെച്ചിട്ടാണ് ബിസിനസ്. സയൻസും ആണ്, അതേപോലെ തന്നെ ഇറ്റ്സ് ആൻ ആർട്ടുമാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് തിയറീസാണ് ഇപ്പോൾ നമ്മൾ ഡ്യൂറിങ് അവർ എന്താണ് എഡ്യൂക്കേഷൻ ടൈമിൽ MBA ആയിക്കോട്ടെ BBA ആയിക്കോട്ടെ, ഞാൻ പഠിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണെങ്കിൽ ഒരുപാട് നമ്മൾ കേസ് സ്റ്റഡീസാണ് നമ്മൾ പഠിക്കുന്നത്. ആ കേസ് സ്റ്റഡീസിൽ നിന്നാണ് ഇന്ന മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഇന്ന ബിസിനസ് ഫെയിലിയറായി. അങ്ങനെ ഓരോ കേസിലും എന്താണ് അത് പ്രാക്ടിക്കലി കൂടി നമ്മൾ പഠിക്കണം. ഇപ്പോൾ എൻ്റെ 10 വർഷത്തെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയ ക്യാപിറ്റലല്ല, ഞാനുണ്ടാക്കിയ നോളജിനെയാണ് ഞാൻ സ്വയം അതിനെയാണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നോളജ് തന്നെയാണ്. എൻ്റെ ലാസ്റ്റ് 20 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് ആണ് ബിസിനസ്സിലുള്ള. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോഴും ഞങ്ങൾ പുതിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിൽ എവരിഡേ ചലഞ്ചിങ് ആണ്, ന്യൂ അപ്ഡേറ്റ്സ് വരികയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്രിക്കറ്റും ബിസിനസ്സും തമ്മിൽ എവരിഡേ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ ഫിറ്റ് ആവണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഫിറ്റ് ആവണം എന്നുള്ളത്. അതെ. അപ്പോൾ ആ ഫിറ്റ്നസ് നമ്മൾ ബിസിനസ്സിലും ആവശ്യമാണ്. ആ ഫിറ്റ്നസ് എന്നാൽ എഡ്യൂക്കേഷണൽ ഫിറ്റ്നസ് ആണ്, ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമ്മളെ മൂഡ്, എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ക്രിക്കറ്റിൽ നിന്നും പഠിച്ചതും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മോറിക്യാപ്പ് ആണെങ്കിലും ലോട്ട്സ് 83 ആണെങ്കിലും അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ, അവിടുത്തെ ഒരു ആംബിയൻസ്, അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒന്നാണ്. എന്തായിരുന്നു അത്തരത്തിൽ വയനാട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഇപ്പം മോറിക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ വന്ന് വയനാടിൻ്റെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പക്ഷെ അവിടെ കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റി ഇൻ്റർനാഷണൽ ലെവലിലെ ഹോസ്പിറ്റാലിറ്റിയാണ്. അല്ലെങ്കിൽ കൃഷ്ണഗിരിയിലേക്കാണെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് ആ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. അത്തരത്തിലുള്ളൊരു ഇൻ്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ട വന്നു? എൻ്റെ യാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പണ്ടൊരു വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു 1.5-2 വർഷത്തോളം താമസിച്ചിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യായിരുന്നു, ജ്വല്ലറി പ്രൊജക്റ്റ് ആയിരുന്നു. ആ ജ്വല്ലറി പ്രൊജക്റ്റിൽ ഞാൻ താമസിച്ചത് 6 മാസം ടാറ്റയുടെ ഹോട്ടലിലായിരുന്നു താമസം. ടാറ്റ വിവാന്തയിലായിരുന്നു താമസം. 6 മാസം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെയായിരുന്നു താമസം. പ്രൊജക്റ്റ് അവിടെ നിന്നായിരുന്നു മാനേജ് ചെയ്യുന്നത്. അപ്പോൾ 6 മാസം കൊണ്ട് ഒരുപാട് ഞാൻ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്ന് ഞാൻ പഠിച്ചു. എങ്ങനെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്, അതെങ്ങനെ നമ്മൾ ജ്വല്ലറി മേഖലയിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഒരു പാഷനേറ്റ് ആയിട്ട് തോന്നിയൊരു ഫീൽഡാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഹോട്ടൽ കാണുന്നതുകൊണ്ടും ഇതിനോട് വലിയൊരു താല്പര്യം എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്നത് റാഡോ വാച്ചസ്, വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറായിട്ടാണ് റാഡോ വാച്ചസിൻ്റെ ബെസ്റ്റ് സെല്ലറായിട്ടാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ യാത്രേൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു ഹോട്ടലിൻ്റെയോ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. എൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഇതൊരു സമൂഹവും അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയും. കേരളം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ, അവർ ക്ലീനിനെസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കൺട്രിയിൽ എല്ലാവരും ഭാഗവാക്കാണ്. അതിൻ്റെ ബെനിഫിറ്റ് ആ കൺട്രിയിലെ ആളുകൾക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. അവിടെ തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അവിടെ പോയപ്പോൾ എൻ്റെ നാട് വളരെ മനോഹരമാണ്, എൻ്റെ കേരളവും വളരെ മനോഹരമാണ്, എൻ്റെ വയനാട് അതിമനോഹരമാണ്, വെസ്റ്റേൺ ഗാർഡിൻ്റെ അതിമനോഹരമായ ബ്യൂട്ടിയാണ്. ഇവിടെ ഞങ്ങൾ നല്ലൊരു ആർക്കിടെക്ചറും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നന്നായിട്ടുള്ളൊരു ബ്രാൻഡായി മാറും എന്നുള്ള നല്ലൊരു സ്ഥലമായി മാറും, ടൂറിസത്തിന് എല്ലാവരും വരും എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോബൽ ബ്രാൻഡാകുമ്പോൾ ഗ്ലോബലി അട്രാക്ട് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും നമ്മൾ. അപ്പോൾ യാത്രകളിൽ നിന്ന് എന്താണ് ആ ഗ്ലോബൽ അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് ആവശ്യങ്ങൾ. ഇപ്പം ഞങ്ങളൊരു സ്വിറ്റ്സർലാൻഡുകാരനാണ്, ഒരു ഡേർട്ടി പ്ലേസിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല. ദ ബെസ്റ്റാണ് അവരെപ്പോഴും നോക്കുന്നത്. അപ്പം ഞാൻ പോയി താമസിച്ച യൂറോപ്പിലുള്ള അധിക ഹോട്ടൽസ് ആയിക്കോട്ടെ, റിസോർട്ട് ആയിക്കോട്ടെ, അവിടെ എന്താണ് എല്ലാം ദി ബെസ്റ്റാണ്. ദുബായ് നോക്കുകയാണെങ്കിൽ ദി ബെസ്റ്റാണ് അവർ ഡെലിവർ ചെയ്യാൻ നോക്കുന്നത്. അതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൂറിസം ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് 5 സ്റ്റാർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള തട്ടിക്കൂട്ടൽ ഒരു ലോങ് ജേണിയാണ്. നമ്മളെ ലൈഫിൽ എല്ലാ കാര്യത്തിലും നമ്മൾ എന്താണ് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്രൊജക്റ്റുകൾ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ, ടൂറിസം മേഖലയിൽ നമുക്കൊരു ബന്ധമില്ലായിരുന്ന മേഖലയെ നമ്മൾ ഫ്രം ദ ബിഗിനിങ് സ്ക്രാച്ചിൽ നിന്ന് പഠിച്ച് അതിനകത്തൊരു എക്സ്പേർട്ടായി. ലോട്ട്സ് 83യുടെ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ സെഗ്മെൻറ്റിൽ നിഷിനൊരു എക്സ്പേർട്ടായി കാണും. എഗെയിൻ നമ്മൾ എന്താണോ എവിടെ നിന്നാണോ പഠിച്ചത് ആ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് നിഷ്ക മൊമെൻറ്റസ് ജ്വല്ലറി. വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മൾ പറയാവുന്നൊരു ബ്രാൻഡ്. പക്ഷെ അത് കേരളത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമെന്ന് പറയുന്നത് ദുബായിയാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരോടും എവിടെ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, റിപ്പീറ്റായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടം ചോദിച്ചാൽ എല്ലാവരും പറയും ദുബായി ആണെന്ന് പറയുന്ന ആ ഒരു മണ്ണിലേക്കാണ് നിഷ്കയുടെ ആദ്യത്തെ ഷോറൂം വരുന്നത്. എന്തുകൊണ്ട് ദുബായ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ചിത്രം ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബലിയുള്ള ഞാൻ ഒരുപാട് യാത്ര ചെയ്ത്. ഇപ്പോൾ റിസോർട്ട് തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂറോപ്പിൽ പോയിട്ടുണ്ട്, ഇതിൻ്റെ മാർക്കറ്റിംഗ് വേണ്ടി സൗദിയിൽ പോയിട്ടുണ്ട്, ഇതിൻ്റെ മാർക്കറ്റിംഗ് വേണ്ടി ദുബായിൽ പോയിട്ടുണ്ട്, ഇന്ത്യയിൽ വിവിധ അഹമ്മദാബാദ്, ഹൈദരാബാദ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യാം. അപ്പം എൻ്റെ മനസ്സിൽ ഒരു സ്കെയിലബിൾ ബിസിനസ് മോഡലിൽ മാത്രമാണ് ഗ്ലോബൽ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവണം എന്നുള്ള എൻ്റെ മനസ്സിലെ ആശയം. അത് നടപ്പിലാക്കണമെങ്കിൽ ഞാൻ പഠിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റീറ്റെയിലിംഗ് ആണ്. ആ റീറ്റെയിലിങ്ങിലൂടെ നമുക്ക് എന്താണ് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പിന്നെ ഇതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എൻവയറമെൻറ്റ് നമുക്ക് സെറ്റായി വന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് മുറിക്യാപ്പ് തുടങ്ങുമ്പോൾ, ലോഡ്സ് തുടങ്ങുമ്പോൾ നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആക്ച്വലി ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു അനാലിസിസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വീക്കെൻഡിൽ നമ്മൾ ഫുള്ളാണ്. ആ ഫുള്ളാവാനുള്ള കാരണം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളൊരു ക്ലൈൻ്റൽ ലെവൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്താണ് നമ്മളെ റിസോർട്ടിലേക്ക് വരാൻ തുടങ്ങി. കേരളത്തിൻ്റെ ഫീഡിങ് മാർക്കറ്റ് ഒന്ന്, ഞങ്ങളെ വയനാടിൻ്റെ ഫീഡിങ് മാർക്കറ്റാണ് ഒന്ന് കണ്ണൂർ, വയനാട്, കാലിക്കറ്റ്, അതേപോലെ തന്നെ മലപ്പുറം. കാരണം എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 70% ക്ലയൻറ്റും ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ക്ലയൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഈ ക്ലയൻറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ വീക്ക് ഡേയ്സിൽ ഞങ്ങൾക്ക് ബിസിനസ്, സാധാരണ വീക്കെൻഡ്സിലാണല്ലോ ബിസിനസ്. അപ്പോൾ ഈ NRI ആളുകളാണ് ഈ ലൊക്കേഷനിൽ കൂടുതൽ, മലബാർ റീജിയനിൽ കൂടുതലുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെക്കേഷൻ, അവരുടെ ലീവ് എന്താണ്, അവർ വരുമ്പോൾ എന്താണ് അവർ ഫാമിലിയും കൂട്ടിയിട്ട് എന്താണ് വയനാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ NRI ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി, അപ്പോൾ ഓരോ ബിസിനസ്സിൽ എന്താണ് നമ്മൾ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ആ ആളുകളായിട്ട് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് കണക്ഷൻ ആദ്യം ബാംഗ്ലൂരായിരുന്നു, അത് മാറി ഞങ്ങൾ NRI മാറി. അപ്പോൾ ഈ എൻവയറമെൻറ്റ് നമ്മളെന്താണ് ബിസിനസ് എൻവയറമെൻറ്റ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്ത് അവിടെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം ദുബായ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദുബായ് എന്താണ് ഒരു ഗ്ലോബൽ ലബോറട്ടറിയാണ് ദുബായ്. ദുബായിൽ തുടങ്ങിയാൽ അറൗണ്ട് മോർ ദാൻ 200 കൺട്രീസിലുള്ള ആളുകളാണ്. അത്രയും ആളുകൾ തങ്ങളുടെ ബ്രാൻഡ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദുബായ് ഒരു ചൂസ് ചെയ്തത്. ഫസ്റ്റ് മാർക്കറ്റ് നമ്മൾ ദുബായ് ആണ് ചൂസ് ചെയ്തത്. ദുബായിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന മേഖലയാണ് ജ്വല്ലറി. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, കൺസ്ട്രക്ഷനേക്കാളും റിസോർട്ടിനേക്കാളും ടൂറിസത്തെക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നൊരു മേഖല. എന്നാലും നമ്മളൊരു പ്രതിസന്ധി, പുതിയൊരു ബിസിനസ്സിലേക്ക് പോകുന്ന പുതിയൊരു സ്ഥലം, ലൈഫിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു ജ്വല്ലറിയിലേക്ക് ഇറങ്ങിയപ്പോൾ? ജ്വല്ലറിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്യാപിറ്റൽ റൈസിംഗ് ആണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നിയത്. ബൈ ദെൻ ഈ 2 പ്രൊജക്റ്റ് ചെയ്ത് ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പ്രോംപ്റ്റ്ലി ഡെലിവർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെന്നുള്ളതാണ്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഈസിയായി, വെൽ നോൺ ബ്രാൻഡായി. ഇപ്പോൾ മുറിക്യാപ്പ് എന്ന് പറയുന്നത് ദുബായിൽ വളരെ ഫേമസ് ആണ്.
കാരണം അത്രയും ആ ആളുകളൊക്കെ നമ്മളെ കുറിച്ച് അറിയുന്നതാണ്. ആ ആളുകളുടെ അടുത്ത് നമ്മളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈസിനെസ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ളൊരു പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സിലും പ്രതിസന്ധികളുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അത് മീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇനീഷ്യലി ഞങ്ങളൊരു വിഷൻ പ്ലാൻ എന്ന് പറയുന്നത് 100 സ്റ്റോഴ്സ് തുടങ്ങുക എന്നുള്ളതാണ്. അത് ബൈ 2033 ആകുമ്പോഴത്തേക്ക് ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ അത് IPOയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോങ് ടേം ഒരു വിഷൻ ആയിട്ട് ലോങ് ടേം 100 സ്റ്റോഴ്സ്. ആ 100 സ്റ്റോഴ്സിൽ ഞങ്ങളൊരു മിഷൻ എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം സസ്റ്റൈനബിൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെന്താണ്, അത് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ എന്താണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഗവൺമെൻറ്, അതാത് കൺട്രീസിലെ ഗവൺമെൻറ്റിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യുക, അതായത് ലീഗൽ ലോ ഫോളോ ചെയ്യുക. ഒരു നിശ്ചിത ശതമാനം എന്താണ് നമ്മളെ സൊസൈറ്റി കൂടി കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളൊരു ബിസിനസ് മോഡൽ. ഇവിടെ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് തുടങ്ങി, ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഐഡിയാസ് വന്നിട്ട് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പാടുള്ള മേഖലയാണ് ബിസിനസ്സിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് എത്തുമ്പോൾ ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഡെയിലി വരുന്ന കോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാവരും ഇൻവെസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ആദ്യമേ സംസാരിച്ച് പറഞ്ഞു 700 ഹാപ്പി ഇൻവെസ്റ്റേഴ്സ്. അതൊരു മൈൽ സ്റ്റോൺ അല്ലേ? ഒരു 700 പേര് ഹാപ്പി ആയിട്ട് ഇത്രയും വർഷം നമ്മുടെ കൂടെ കൊണ്ടുപോയി നടക്കുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്, വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതെങ്ങനെ സാധിച്ചെടുത്തു? അതിന് നമ്മളെന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഇതിലേക്ക് നടത്തിയത്. ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുറിക്കാപ്പ് ആണെങ്കിലും ഒരു 5 സ്റ്റാർ പ്രൊജക്റ്റാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ജസ്റ്റ് ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് സീക്ക് ചെയ്യാനും നമ്മുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റല്ല. ഇപ്പോൾ ഞങ്ങൾ 3 ബ്രദേഴ്സാണ്. ആ 3 ബ്രദേഴ്സ് ഞങ്ങൾ ആദ്യം എടുത്ത ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് ഫെയിലർ ആയി കഴിഞ്ഞാൽ എല്ലാ നഷ്ടങ്ങളും നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടത്. ഇൻവെസ്റ്റേഴ്സിന് എന്താണ് വഹിക്കില്ല. അപ്പോൾ അവസാനത്തെ ക്യാപ്റ്റനാണ് അവസാനം ഇറങ്ങേണ്ടത് കപ്പലിന്. ബാക്കി എല്ലാവരും ഇറക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിസിനസ്. കാരണം ഒരാൾ കൊണ്ട് നടത്താൻ പറ്റുന്ന ബിസിനസ് അല്ല. ഇപ്പോൾ ഫാമിലിയിൽ എന്താണ് എസ്പെഷ്യലി ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോഡലായതുകൊണ്ട് ആളുകൾക്ക് ആൻസറബിളാണ് ഇത്രയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ബ്രദേഴ്സും ഒരുപോലെ ഇതിന് റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ആബ്സെൻസ് എന്താണ് ആ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതെപ്പോഴും അവർക്ക് എന്താണ് അവരെ സേഫ് ഗാർഡ് ചെയ്യാനുള്ളതാണ്. വൈ വി സ്റ്റാർട്ട് 5 സ്റ്റാർ റിസോർട്ട്. ഞങ്ങൾക്ക് എന്താ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട്. ഈ 5 സ്റ്റാർ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോങ് എന്താണ് ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞത് 0 നോളജാണ്. ഇഫ് ഐ ആം നോട്ട് ഏബിൾ ടു റൺ, ഐ ക്യാൻ ഗിവ് ടു അതർ പാർട്ടീസ്. മാരിറ്റിന് കൊടുക്കാം, താജിന് കൊടുക്കാം, മറ്റ് ബ്രാൻഡിന് എന്താണ് ഇത് റൺ ചെയ്യാൻ കൊടുക്കാം. ഞാനത് പെർഫോമർ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡിന് കൊടുക്കാം. അപ്പോൾ അതൊരു കൈമാറുന്ന രീതിയിലുള്ള ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈവൻ ജ്വല്ലറി ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ജ്വല്ലറി തുടങ്ങി അതിൽ ലാഭം ഉണ്ടാക്കി അതിൽ സ്വർണം വാങ്ങി വെക്കുക എന്നുള്ളതല്ല. ഇതിനെങ്ങനെ സ്കെയിൽ ചെയ്ത് ഈ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്താണ് ഇതിനൊരു IPO വാല്യുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്നത് അയാൾ ജ്വല്ലറിയിലല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓൺ ചെയ്യുന്ന ഞങ്ങളുടെ ബ്രാൻഡിനെയാണ്. ഈ ബ്രാൻഡ് എന്താണ് ഭാവിയിൽ നമ്മളെന്താണ് ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്താണ് IPO ആണ്. IPO ഇൻ ബോത്ത് ഇന്റർനാഷണൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഓപ്പറേഷനിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. രണ്ടിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ IPO വാല്യുവേഷൻ വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു വാല്യുവേഷൻ 7 to 10x ആണ് എന്താണ് ഇതിൻ്റെ വാല്യുവേഷൻ വരുന്നത്. അപ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ കൂടിയാണ്. അത് നോട്ട് ഓൺലി എന്താണ് ജ്വല്ലറിയിൽ മാത്രമുള്ളതല്ല. അപ്പം പലരും ജ്വല്ലറി ബിസിനസ് നടത്തുന്നെങ്കിൽ നമ്മൾ ജ്വല്ലറി ബിസിനസ് നടത്തുന്നതാണ് ആ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ആ ബ്രാൻഡിനെ സ്കെയിലപ്പ് ചെയ്യാൻ. അതെ, ആ ബ്രാൻഡിനെ സ്കെയിലപ്പ് ചെയ്യുന്നതിലൂടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആർക്കാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഉണ്ടാക്കി കൊടുക്കുക, കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. അതൊരു സൊസൈറ്റിക്കും എന്താണ് ഗുണവത്താകുന്ന രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ടാക്സുകളൊക്കെ പേ ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണല്ലോ 700 പേരെ ഹാപ്പി ആയിട്ട് നിർത്താൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്താണ് കൂടുതൽ റിട്ടേൺ കാണിച്ചുകൊണ്ടൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഇപ്പം ലാസ്റ്റ് 2 years മുമ്പ് എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള വാല്യൂ എന്ന് പറയുന്നത്
അന്ന് ഗോൾഡിൻ്റെ പ്രൈസ് 200 ദിർഹമായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇന്ന് അറൗണ്ട് 500 ആയി. മോർ ദാൻ 150% എന്താണ് ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പം അത്രയും ഗോൾഡ് പ്രൈസിൽ ഹൈക്ക് വന്നപ്പോൾ അവരെ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഷെയ്ഡാണ്. ലാഭവും നഷ്ടം അവർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ലാഭം വന്നപ്പോൾ അവർക്ക് അത് ഷെയ്ഡാണ്. ചെറിയ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഏകദേശം ഡബിൾ, അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്ന് ഡബിളോളം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ. ഇപ്പൊ എത്ര ജ്വല്ലറി ആയി നിഷ്കയ്ക്ക്? ഞങ്ങൾ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ആണ്. 2 വർഷം. അതെ, 2 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് ഞങ്ങൾക്കൊരു ലോങ് ടേം വിഷൻ പ്ലാൻ ഉണ്ട്. ആസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഗ്ലോബൽ ബ്രാൻഡ് ആവുക. ആ ഗ്ലോബൽ ബ്രാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ആസ് എ ക്രിക്കറ്റ് മാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ടീം മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ്, ഞാനൊരു സെഞ്ചുറി അടിച്ചാൽ ഞാനത് കളി ജയിച്ചു. അപ്പോൾ ആ സെഞ്ചുറി മൈൻഡ് സെറ്റിലാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെഞ്ചുറി ബേസ് ചെയ്തിട്ട് എനിക്ക് 100 സ്റ്റോഴ്സ് തുടങ്ങുക എന്നുള്ളതാണ്. ഓരോ ഇന്നിങ്സും ഓരോ റണ്ണും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് ഒരു 50 ഓവർ മാച്ച് അല്ലെങ്കിൽ 40 ഓവർ മാച്ച്, 20 ഓവർ മാച്ച്. ഞാൻ യൂഷ്വലി ദോസ് ഡേയ്സ് 50 ഓവർ മാച്ചാണ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് എന്താണ് ബോളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെഞ്ചുറി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെഞ്ചുറി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റിലേക്ക് അതേപോലെ തന്നെ ബിസിനസ് 100 ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. ആ 100 ഷോപ്പിന് ഞങ്ങൾ എന്താണ് ഈ ക്രിക്കറ്റിലെ ഓവർ പോലെ ഞങ്ങളൊരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ എന്താണ് പ്രൊമോട്ടേഴ്സിൻ്റെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ ആയുസ്സും എല്ലാം തന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ആ ഒരു പ്രൊമോട്ടർ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വന്ന ഒരാളെ ആ ക്യാപ്റ്റൻ്റെ കപ്പാസിറ്റിയിൽ എത്ര റൺ അടിക്കാൻ പറ്റുന്നുള്ള, അല്ലെങ്കിൽ എത്ര സ്റ്റോർ തുടങ്ങാൻ പറ്റുന്നുള്ള ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്തത് 25 ഇയേഴ്സ് കൊണ്ടായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു വർഷം ഞാനത് 20 വർഷം കൊണ്ട് ഞാൻ എന്താണ് ആ സ്കോർ അല്ലെങ്കിൽ ആ നമ്പേഴ്സ് എത്തിക്കുമ്പോൾ 5 വർഷം കുറച്ചു. എവറി ഇയർ അത് കുറച്ച് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫേസ് 1 ഞങ്ങൾ എന്താണ് 10 സ്റ്റോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ 10 സ്റ്റോഴ്സിൻ്റെ എന്താണ് 4 സ്റ്റോഴ്സ് ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസങ്ങൾ ഷാർജയിലുള്ള പുതിയ സ്റ്റോർ ഓപ്പണാണ്. അതിൻ്റെ അടുത്ത മാസം നമ്മൾ മീന ബസാറിൽ എല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത മാസം നമ്മൾ മീന ബസാറിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അടുത്ത മാസം അൽനാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓപ്പൺ ചെയ്യാണ് ദുബായിൽ. അതിനുശേഷം എന്താണ് ഞങ്ങൾ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് എൻട്രി ആണ് നമ്മൾ കാലിക്കറ്റിലേക്ക്. ഞങ്ങൾ തീർച്ചയായും ഗ്ലോബലിൽ നമ്മൾ റൂട്ട് ഫ്രം കേരളയാണ്. അപ്പോൾ അത് കമ്മിങ് ബാക്ക് ടു ഇന്ത്യൻ ഓപ്പറേഷൻ. അത് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം കാലിക്കറ്റാണ്. നമ്മുടെ തട്ടകം മലബാറാണല്ലോ. അതെ. അപ്പോൾ ആ 100 എന്നുള്ള പ്ലാനിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഫേസ് നമ്മൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് ടു ബി ഡെലിവേർഡ്. ആ കമ്മിറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ ചെയ്തത്, ആദ്യത്തെ 3 വർഷം കൊണ്ട് 9 സ്റ്റോഴ്സ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ആ 3 വർഷം ആകുമ്പോഴത്തേക്ക് ബൈ നെക്സ്റ്റ് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ 9 അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രയാണത്തിലേക്കാണ്. ഇതിലൊരുപാട് പ്രതിസന്ധികളും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് സ്റ്റിൽ ഞങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെന്താണ് ഈ ഒരു ഇപ്പം നിലവിലുള്ള ഒരു സ്ട്രാറ്റജി നമ്മളുടെ. പക്ഷെ അവിടെ ഇത്രയും പ്ലാനുകൾ നമ്മൾ നടത്തുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഇറങ്ങിയ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ടൂറിസം സെഗ്മെൻറ്റിൽ നമുക്ക് അത്ര വലിയ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ പ്രൊജക്റ്റിനില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചുവട് വെച്ചിരിക്കുന്ന മേഖല ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ബ്രാൻഡ് 100 വർഷത്തെയും 80 വർഷത്തെയും ചരിത്രം പറയുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ ഈ 100 ഷോപ്പുകൾ പ്ലാൻ ചെയ്ത് വരുന്നത്. അതും സ്വർണ്ണത്തിന് ഇത്രയധികം വില കൂടി നിൽക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ സ്വർണം വാങ്ങണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വലിയൊരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ 100 ഷോപ്പ് എന്ന് പറയുന്ന വലിയൊരു ഡ്രീം കാണുന്നത്. ഈ കോമ്പറ്റീറ്ററി മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ അതിനെ പിടിച്ചു നിൽക്കും അവിടെ? ഞാനൊരു വിഷന് അലൈൻ ചെയ്തിട്ടുള്ള ഒരു കോർ കോമ്പിറ്റൻസിയാണ് ഡെവലപ്പ് ചെയ്തത്. എൻ്റെ വിഷൻ 100 സ്റ്റോഴ്സ് തുടങ്ങുക ബൈ 2033 ആകുമ്പോഴത്തേക്കാവുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എല്ലാവർക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോർ കോമ്പിറ്റൻസി ഞാൻ എന്നെ സ്വയം ഒരു SWOT അനാലിസിസ് എന്താണ് അതിൻ്റെ ഒരു സയൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ. അതിൽ ഞങ്ങൾ മേജറായിട്ട് ഒരു 10 പോയിന്റ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ വി ആർ ഇൻ എമർജിങ് ബ്രാൻഡാണ്. അതേസമയം എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറിലേക്കാണ് നമ്മൾ
ഇറങ്ങുന്നത്. ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ 2000 മുതൽ 2028 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണ്. 2000 സമയത്താണ് ഇതൊരു റെവല്യൂഷണറി ഗ്രോത്ത് ഈ റീറ്റെയിൽ മേഖലയിൽ ഉണ്ടായത്. ആ 2000-ൽ ആകെ 2% മാത്രമാണ് ഓർഗനൈസ്ഡ് ജ്വല്ലറി ആയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, പല ബ്രാൻഡുകളും ഇതിൻ്റെ ഒരു കണക്ക്, ഇതിൻ്റെ ഒരു സ്റ്റഡി ഞാൻ റെലവൻറ്റ് സോഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്. ബൈ 2028 ആകുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഗോയിങ് ടു ഓൺലി 45% ആവുള്ളൂ. സോ മാർക്കറ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻ നമ്മളിങ്ങനെ പരസ്യമായി കാണുമെങ്കിലും ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്താണ് കോമ്പറ്റീഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും മാർക്കറ്റിൽ അത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. കാണുമ്പോൾ എല്ലായിടത്തും ജ്വല്ലറി ആയിരിക്കും, പക്ഷെ എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്താണ് ഗ്യാപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് ജ്വല്ലറി ആവുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കെയിലപ്പ് ചെയ്താൽ പറ്റില്ല. ഓർഗനൈസ്ഡ് വി ഹാവ് ടു ടേക്ക് ദ മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ എഫിഷ്യൻസി. ഈ എഫിഷ്യൻസി ഒക്കെ കൂട്ടണമെങ്കിൽ എന്താണ് ഓർഗനൈസ്ഡ് ആവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് വിത്ത് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസിയാണ്. ഞങ്ങൾ ട്രസ്റ്റും ട്രാൻസ്പെറൻസിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു കോർ കോമ്പിറ്റൻസി ആയിട്ട് കൊണ്ടുപോകും. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവർക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ റേറ്റ് കാർഡ് മേലെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ് മെൻഷൻ, BIS. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് BIS ഹോൾമാർക്ക് ഉണ്ടോ, അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഡയമണ്ട്സ് എല്ലാം എന്താണ് പ്രൈസിങ് അടക്കം ട്രാൻസ്പെറൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മേക്കിംഗ് ചാർജ് അടക്കം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു മാന്യമായ റീസണബിളി ഒരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ കസ്റ്റമർക്ക് ഒരു ട്രാൻസ്പെറൻസി കിട്ടുകയാണ്. തീർച്ചയായും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഞാൻ നോക്കുകയാണ്, ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാല്യൂ ഫോർ മണി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലൊരു ട്രാൻസ്പെറൻസി നമ്മൾ കൊണ്ടുവരാണ്. ഒരാൾ പ്രൈസ് ഒരു പ്രാവശ്യം വന്നു അത് ഒരുപാട് നെഗോഷിയേറ്റ്, എന്നെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ നെഗോഷിയേഷൻ ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാത്ത ആളാണ്. ഞാനും നെഗോഷിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന് ആ പ്രൈസ് ഇട്ടത് എന്താണ് മാർക്കറ്റിലൊരു മാന്യമായ പ്രൈസാണ്. നമ്മൾ കോസ്റ്റ് കൂടി കൺസിഡർ. ഒരാളെ ലാഭം വല്ലാതെ ചിലപ്പോൾ അയാൾ കുറച്ച് തന്നേക്കാം, പക്ഷെ എന്താണ് നമ്മൾ അധികമായിട്ട് ഒരാളൊരു ബിസിനസ്സുകാരൻ എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെൻസ് കൂടി ഉണ്ട്. നമുക്ക് ലാഭം കിട്ടിയെന്ന് നമുക്ക് തോന്നുമ്പോൾ അയാൾക്ക് ഒരു എക്സ്പെൻസ്. അപ്പോൾ ആ ഒരു മാന്യമായ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പെറൻസിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം റീസണബിളി ഗുഡ് സാലറിയാണ്, ഇൻഡസ്ട്രിയിൽ എന്താണ് പ്രാക്ടീസ് ഉള്ള സാലറിയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഞാൻ വൈ ഐ ചൂസ് UAE മാർക്കറ്റ് എന്ന് പറയുന്നത്, UAE ഈസ് എ ന്യൂ മാർക്കറ്റ്, ബട്ട് എന്താണ് വെൽ നോൺ ആളുകളാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ആളുകളാണ് അവിടെ ഉള്ളത്. അവരെയാണ് നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രാൻഡ് നെയിം തന്നെ കൊടുത്ത് നിഷ്ക എന്നുള്ളതാണ്. വൈ വി ആർ നോട്ട് ചൂസിങ് മോറിക്യാപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിഷ്ക റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ്, പ്യുവർ എന്നൊക്കെയാണ്, ഗോൾഡ് എന്നൊക്കെയാണ്. അത് മൗര്യാസിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഗോൾഡ് കോയിനാണ് നിഷ്ക എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്ത്യൻ ടാർഗറ്റ് ഓഡിയൻസിനാണ്. അപ്പോൾ ഞങ്ങളൊരു ഗ്ലോബൽ ബ്രാൻഡാകുന്ന ഭാഗമായിട്ടാണ് ആദ്യം ബ്രാൻഡിങ് നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രൈസ് കൂടുന്ന ആളുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെരി റീസെൻ്റ്ലി ഞങ്ങൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 14 ക്യാരറ്റ്. അപ്പോൾ മാർക്കറ്റിന് അനുസൃതമായിട്ടുള്ള എന്താണ് കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റുന്നത്. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മാർക്കറ്റിന് അനുസൃതമായ മാറ്റങ്ങൾ ഞങ്ങൾ പ്രൊഡക്റ്റിൽ കൊണ്ടുവന്ന് അത് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടെന്നാണ് ഞങ്ങൾ എന്താണ് ഈ ഒരു ടേൺ ഓവർ ഞങ്ങൾ എന്താണ് വർക്കൗട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അത് ടെക്നോളജി വെച്ചിട്ടാണെങ്കിലും കൂടുതൽ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ആണ്, എംപ്ലോയീസിന് എന്താണ് ക്വറീസ് ഇല്ല. അപ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എന്താണ് ഒരു 1000 ടാസ്ക് ഇട്ട് ആ 1000 ടാസ്കിൽ എന്താണ് എനിക്ക് എന്താണ് അതിൻ്റെ റിപ്ലേസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കെയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബ്രാൻഡ് 2 രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് ബ്രാൻഡിങ് മോഡലും ഒന്ന് റവന്യൂ ജനറേഷൻ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രാൻഡിങ് മോഡൽ നമ്മൾ ബ്രാൻഡ് അംബാസഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ തമന്നയായിട്ടാണ് നമ്മൾ എൻഡോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ലോക്കലി സ്ട്രോങ് ബ്രാൻഡായിട്ടുള്ള നൈലേനെയാണ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ലോക്കൽ ഇതായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒമ്നി ചാനലിലാണ് നമ്മൾ ഇപ്പോൾ ഓൺലൈൻ പ്രസൻസ് നമുക്കുണ്ട്. ഒമ്നി ചാനൽ നമ്മൾ യൂസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക്, മെറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ രീതികളിലും എന്താണ് ഒരുപാട് നമ്മളെന്താണ് മാർക്കറ്റിംഗ് എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് വിച്ച് ഓൾറെഡി ജനറേറ്റ് ഞങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. ലാസ്റ്റ് 2 years നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും വന്നാലും ഒരു ഹെക്റ്റിക് ആവാത്ത അല്ലെങ്കിൽ വലിയ 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 കാര്യങ്ങളൊന്നും പറയാത്ത എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു
ഓർഗനൈസേഷൻ. ബിസിനസ് ഈസ് ഓൾ അബൌട്ട് കോമൺ സെൻസ്. എക്സാക്ട്ലി. അതെ. പക്ഷേ ഈ കോമൺ സെൻസ് ഇല്ലാതെ ഒരുപാട് പേര് പലയിടത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഇവരുടെ പൈസ കളയുന്നൊരു പ്രവണത. പണ്ടൊന്നും ആളുകളുടെ നിന്ന് പൈസ പോയി നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇത്രയും കൂടിയപ്പോൾ പല പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് പോയവർ, ജ്വല്ലറി ആകാം, ലാൻഡ് ആകാം, അങ്ങനെ പല പല മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പൈസ പോയ ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ഗവേൺ സിസ്റ്റം ഇല്ലാത്ത കമ്പനികളിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കാത്ത കമ്പനികളിൽ അവരുടെ ആ ഒരു വാക്ചാതുര്യം കൊണ്ട്, അതായിരിക്കും കറക്റ്റ് ഒരു വാക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവർക്ക് റിട്ടേൺ കൊടുക്കാതെ പോകുന്ന ഒരുപാട് പേര്, പുറത്ത് പറയുന്നവരുണ്ട്, പുറത്ത് പറയാത്തവരുണ്ട്. ഇത്രയും ഇൻവെസ്റ്റേഴ്സിനെ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും എന്താണ് പല മേഖലകളിൽ, ജ്വല്ലറി മേഖലയിൽ മാത്രമല്ല, ഒരുപാട് ജ്വല്ലറി മേഖല മാത്രം പറയാൻ പറ്റില്ല. അത് നോട്ടീസ് ചെയ്യുന്നത് ജ്വല്ലറി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, വലിയ എമൗണ്ട് ആണല്ലോ. റിയൽ എസ്റ്റേറ്റിലും നടക്കുന്നുണ്ട്, ടെക്നോളജിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് നമ്മളെ കുറിച്ചിട്ടുള്ള അറിവ്, നോളജ്. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയെക്കുറിച്ച് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ഹൂ ഇസ് ദ പ്രൊമോട്ടർ, ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്, അയാളുടെ നോളജ് ഇൻ ദിസ് ബിസിനസ്, ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള നോളജ് എന്താണ്, അയാളുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്. ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. നമ്മൾ ട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ 1 ലക്ഷത്തിന് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് റിയൽ എസ്റ്റേറ്റിൽ എത്ര ROI കിട്ടും. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 24% ROI ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് പല ആളുകളും ഇവിടെ ബിസിനസ് ചെയ്തത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ChatGPT അടിച്ചു നോക്കിയാൽ അറിയാം എത്രയാണ് ഈ ഇൻഡസ്ട്രി, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എത്ര ROI വരും. അത് ഇന്ന ഏരിയയിൽ അത് കൃത്യമായിട്ട് ഒരു വളരെ വ്യക്തമായിട്ട്. പിന്നെ ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ റിസോർട്ട് നടക്കുകയാണ്, എക്സ്പെക്റ്റഡ് ROI ഇൻ കേരള, വയനാട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ അടക്കം എന്താണ് നമുക്ക് വരും. ഇന്ത്യയിലുള്ള മിനിമം ഒരു ഇന്ത്യത്തെ ഒരു ROI ഉണ്ടാവും. UAE ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അവിടെ എന്താണ് ROI വെരി ഹൈ ആണ്, റെൻ്റൽ ഇൻകം വെരി ഹൈ ആയിട്ടാണ് അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുപോലെ എന്താണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ ബിസിനസ് വരുന്നത്, എത്രയാണ് നമ്മൾ ക്യാപിറ്റൽ വെക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ടേൺ ഓവർ എത്രയാണ്, ഇതിൻ്റെ മിനിമം GP എത്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ഇതിൽ വരുന്ന ഒരു ബേസിക് എക്സ്പെൻസ് എത്രയൊക്കെയാണ്, അതിൽ NP എത്ര കിട്ടും, എന്നിട്ട് എത്ര ROI കിട്ടുമെന്നുള്ളൊരു ബേസിക് നോളജ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വാഭാവികമായിട്ട് എന്താണ് ഒരു ബ്ലൈൻഡ്ലി നമ്മളെന്താണ് ഒരാളെ വാക്ചാതുര്യത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റൈലിലോ അല്ലെങ്കിൽ അയാളൊരു സെയിൽസ്മാൻഷിപ്പിലോ പോയിട്ട് എന്താണ് വീട് നമ്മൾ കാര്യങ്ങൾ, നമ്മൾ ഹാർഡ് ഏൺ മണിയാണ്. ആ ഹാർഡ് ഏൺ മണി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ്. പിന്നെ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ കൂടുതൽ തരുന്ന ആളുകൾ എന്താണ് തീർച്ചയായിട്ടും ഒന്നുകൂടി വളരെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു അഭിപ്രായം. അതിലെന്താണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ആ കമ്പനി ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ, അണ്ടർ ഏത് കമ്പനി ആക്ട് പ്രകാരമാണ്, പാർട്ണർഷിപ്പ് ഫേമാണോ, LLP ഫേം ഇന്ത്യയിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കുക. അതിലുള്ള എന്താണ് സിസ്റ്റമാറ്റിക് ആ അഗ്രിമെൻ്റ് പ്രകാരം എന്താണ് പറയുന്നത്. ഇപ്പോൾ ദുബായിലാണെങ്കിൽ നമ്മൾ എന്താണ് ഇതേ സെയിം റൂൾ തന്നെയാണ്. പൈസ കൊടുക്കണേക്ക് മുന്നേ പഠിക്കുക, സിമ്പിളായിട്ട് അതിന് ആ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് പഠിക്കുക, ആ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് എന്താണ് പഠിക്കുക, അതിൽ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് എന്താണെന്നുള്ള പഠിക്കുക. പിന്നെ നഷ്ടങ്ങളും ലാഭങ്ങളൊക്കെ വരാം, പിന്നെ നമ്മുടെ തലവരയിരിക്കും. അതെ അത് അങ്ങനെ നഷ്ടം പറ്റിക്കപ്പെടാതിരിക്കുക. നഷ്ടങ്ങളും ലാഭം എന്താണ് ബിസിനസ്സിലുള്ളതാണ്. ആ നഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടാണ്. നമ്മൾ കാശ് എറിയാണെങ്കിലും കായലിലെറിയാണെങ്കിലും അളന്നെറിയണം പോയിക്കോട്ടെ. പക്ഷെ എന്താണ് അത് നമ്മളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പലരും ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കൈ പൊള്ളിയിട്ടുണ്ട്, ഇങ്ങനെ കൈ പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നല്ല ബിസിനസ്സിലൊക്കെ ചെയ്ത ആളുകൾക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ട്. നന്നായിട്ട് വളർന്ന ജ്വല്ലറി കമ്പനികളുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ വന്ന മികച്ച ജ്വല്ലറികളുണ്ട്. അപ്പോൾ ആ മികച്ച ജ്വല്ലറികൾ വേൾഡ് ക്ലാസ് ജ്വല്ലേഴ്സ് ഉണ്ട്. അല്ല ഇപ്പം നമ്മൾ തന്നെ ഉണ്ടല്ലോ, വലിയൊരു എക്സാമ്പിൾ ആണല്ലോ. 2 പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അഗെയിൻ നമ്മൾ നിഷ്കയുടെ ഇപ്പോൾ 10 ഷോറൂമുകൾ നമ്മൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിഷ്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ്
മോറി ക്യാബിലേക്ക് ലോഡ് സെറ്റിലിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ്. മലയാളികൾ എപ്പോഴും ഭയങ്കര ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കുറച്ചധികം നാൾ റിയൽ എസ്റ്റേറ്റും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ പറയുന്നതുപോലെ ജ്വല്ലറിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയും വലിയൊരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുകയും അത് സക്സസ്ഫുൾ ആക്കി കാണിക്കുകയും ചെയ്തു എന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഏത് മോഡലാണ് ഏറ്റവും നല്ലത് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ? എൻ്റെ കൺസെപ്റ്റിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ അതൊരു ജനറൽ കൺസെപ്റ്റ് ഞാൻ ആദ്യം പറയാം. ആ ജനറൽ കൺസെപ്റ്റിൽ റിയൽ എസ്റ്റേറ്റും ഗോൾഡും ഓൾമോസ്റ്റ് ഓൾ സിമിലർ ആണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലാൻഡിൻ്റെ അവൈലബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. ഇറ്റ്സ് ഓൾവേസ് ഗ്രോയിങ് ആണ്. അപ്പോൾ ഞങ്ങൾ അതെ ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇതേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. രണ്ടും ഏകദേശം നോക്കിയാൽ സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ എന്താണ് എനിക്ക് സ്കെയിൽ ചെയ്യാനുള്ള ഒരു ടഫ് ഉണ്ട്. ഞാനൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. ഐ ഹാവ് ടു കോമ്പീറ്റ് വിത്ത് എ ബിഗ് ബ്രാൻഡ് ലൈക്ക് മാരിയറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് താജ് ഉണ്ട്. അങ്ങനത്തെ ബിഗ് ബ്രാൻഡായിട്ട് കോമ്പീറ്റ് അത് ഞാൻ ഫ്രാഞ്ചൈസി മോഡലൊക്കെ കൊടുത്താൽ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ജ്വല്ലറി മോഡൽ ഇപ്പോൾ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ബ്രാൻഡ് ഓൾറെഡി ഡെവലപ്പ് ഇതൊരു സ്കെയിലബിൾ ബിസിനസ് മോഡലാണ്. ഞങ്ങൾ ജ്വല്ലറി ബിസിനസ് മാത്രമല്ല, ആ ബ്രാൻഡ് എന്താണ് നാളെ മറ്റന്നാൾ ജ്വല്ലറി ബിസിനസ് മാറി. ഓൾറെഡി ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് ഈ വലിയൊരു ബ്രാൻഡിൻ്റെ മുകളിലാണ്. ഈ ബ്രാൻഡ് വെൽ നോൺ ആണ്, ഇത്രയും ആളുകൾ എന്താണ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഗോൾഡും റിയൽ എസ്റ്റേറ്റും മാത്രം നോക്കുകയാണെങ്കിൽ എന്താണ് മോർ ഓർ ലെസ് സെയിം ആണ്. ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് ഗോൾഡിൽ ഇത്രയും പ്രൈസ് കൂടിയത് ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ താഴോട്ടേക്ക് പോവാം ചില കാരണങ്ങൾ കൊണ്ട്. എന്നാലും ഒരു മിനിമത്തിൽ എന്തായാലും നിൽക്കും. രണ്ടും ഒരേപോലെ തന്നെ പോകുന്നൊരു സാധനം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ സംസാരിച്ച് പറഞ്ഞു, ഇപ്പം നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് വലിയ രീതിയിലേക്ക് പോകുന്നപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് മോഡൽ. എന്താണ് ആ ഒരു മോഡൽ കൊണ്ട് മോറി ക്യാബ് അല്ലെങ്കിൽ നിഷ്ക ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കോർ കോമ്പറ്റൻസിയാണ് പാർട്ടിസിപ്പേറ്ററി ഓണർ. എക്സ്റ്റെൻസീവ് എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. നിഷ്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 700 പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ദിസ് 700 പീപ്പിൾ ബിക്കം എന്താണ് ഞങ്ങളെ ബ്രാൻഡിൻ്റെ ഓണറാണ്. നെക്സ്റ്റ് ലെവൽ ദേ ആർ ബിക്കം ദ ബ്രാൻഡ് അംബാസഡർ, ദേ ആർ ബിക്കം ദ കസ്റ്റമേഴ്സ്, ദേ ആർ ബിക്കം ദ റെഫറൽ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്താണ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നേ എന്താണ് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ അയാൾ വിളിച്ച് പറയാണ് നിന്നെ കസ്റ്റമറിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കാര്യമായി പരിഗണിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മറ്റ് ബ്രാൻഡുകൾ ചിലപ്പോൾ ഇത് പ്രാക്ടിക്കബിളി പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. ബട്ട് എന്താണ് ഈ ജ്വല്ലറി ബിസിനസ്സിലാകുമ്പോൾ ഞങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസ് ആണ് വരിക. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ 100 ഇൻവെസ്റ്റേഴ്സിനെ കണ്ടാൽ ഞാൻ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി 600 ഇൻവെസ്റ്റേഴ്സ് ആരാണ്? യഥാർത്ഥത്തിൽ ഇവർ തന്ന റെഫറൻസിലുള്ള ഇൻവെസ്റ്റേഴ്സാണ്, അവരെ കെയർ ഓഫിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ് അവർ ബ്രാൻഡിൻ അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ്. ഹൈപ്പർ ലോക്കലി സ്ട്രോങ് ബ്രാൻഡ് ആവാണ്. ഇപ്പം ദുബായിലുള്ള 700 ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അവർ പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻ, ഡിഫറെൻറ്റ് റിലീജിയൻ ആൻഡ് ഡിഫറെൻറ്റ് എന്താണ് കൾച്ചർ. എന്നാൽ ഓരോരുത്തരും ഓരോ ദുബായിൽ ഇവിടുത്തെ പോലെയല്ല, ഓരോന്നിനും ഓരോ സമാജമാണ്. മലയാളി സമാജം, കേരള സമാജം, ആ സമാജം, ഈ സമാജം. അപ്പോൾ എല്ലാവരും പോയിന്റ് എന്താണ് കണക്റ്റഡ് ആണ്. അതിലൂടെ നമുക്ക് എന്താണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ഇപ്പം 1200 ബ്രാൻഡ്സാണ് ദുബായിലുള്ളത്, നോൺ ആൻഡ് അൺനോൺ ആയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ 10th പൊസിഷനിലുണ്ട്. അപ്പോൾ ആ 10th പൊസിഷനിൽ ഉണ്ടായ കാരണം ഞങ്ങൾ ഈ ബിസിനസ്സിൽ എന്താണ് ഈ ഓണർഷിപ്പ് ബിസിനസ് മോഡലാണ് നമ്മളത് സാധിച്ചെടുത്തത്. അപ്പോൾ ഞാൻ വൈ ഐ ആം ചൂസിങ് കാലിക്കറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ മോറി ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ലോഡ്സിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെ റീജിയൻ എന്ന് പറയുന്നത് ഇതർ വയനാടാണ്, മലബാർ റീജിയനിലുള്ള ആളുകളാണ് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. ഞങ്ങൾ കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ മോറി ക്യാപിറ്റൽ ലാസ്റ്റ് 10 years ആയിട്ട് ഞങ്ങൾ എന്താണ് ഈ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് മുഴുവൻ എന്താണ് ഞങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കാലിക്കറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം. കാലിക്കറ്റ് ഈസ് എ ഹബ്ബ് ഫോർ ഓൾ മലബാറീസ്. കണ്ണൂരുകാർക്കും എന്താണ് ഇപ്പം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഹൈവേ ആണ്. അതെ, ഇപ്പം 2 മണിക്കൂർ കൊണ്ടിപ്പോൾ കോഴിക്കോടെത്താം. മുമ്പ് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഇന്ന് 2 മണി. ഇപ്പം വയനാട്ടിൽ നിന്ന് വരാൻ കുറച്ച് ടഫാണ്, അതിപ്പോൾ തുരങ്കപാത വരുന്നുണ്ട്. അപ്പോൾ
ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായിട്ട് എന്താണ് കാലിക്കറ്റ് ഓൾറെഡി മാറുകയാണ്. മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ പ്രോസസ്സും. അപ്പോൾ കാലിക്കറ്റിന് അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ടാണ് കാലിക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളൊരു ജ്വല്ലറി ബ്രാൻഡിൽ വർക്ക് ചെയ്യുമായിരുന്നു, അവിടുത്തെ നല്ലൊരു പൊസിഷനിൽ നിന്ന് ജോലിയൊക്കെ നിർത്തി ഒരു വിഷനൊക്കെ സെറ്റ് ചെയ്ത് ലാൻഡും കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി ഒരു റിസോർട്ടിലേക്ക് ഇറങ്ങി, അതൊരു 5 സ്റ്റാർ റിസോർട്ടാക്കി, അത് സക്സസ് ആക്കി, സെക്കൻഡ് പ്രൊജക്റ്റ് സക്സസ് ആക്കി. എഗെയിൻ നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു 2 വർഷം കൊണ്ട്. പലപ്പോഴും പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ് 2 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഇത്രയും ആളുകളെ കൂടെ നിർത്താനും. ഇപ്പം 700 ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ 700 പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അവരെ ഹാപ്പിയാക്കി നിർത്താനും സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് നിഷൻ കാണുന്നത് എന്തായിരിക്കും? എൻ്റെ ഫസ്റ്റ് റിസോർട്ട് ആദ്യത്തെ സംരംഭം തന്നെയാണ്. മുറിക്കാപ്പ് തന്നെയാണ് എൻ്റെ പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് സാധിച്ചത്. ഒരുപാട് ടഫ്, ഇത് പറഞ്ഞ ഫ്ലഡ് മാത്രമല്ല, ഒരുപാട് പേപ്പർ വർക്ക്, ഒരു ലാൻഡ് കൺസെഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും, ഇതിൻ്റെ ലാൻഡിൻ്റെ പേപ്പർ വർക്കും, ഫ്ലഡും, നിപ്പയും, നോട്ടുബന്ദിയും, കോവിഡും എല്ലാം സഹിച്ച് വന്ന് ഞാനത് സക്സസ് ആയി കണ്ടപ്പോൾ അതിലേക്ക് ആദ്യത്തെ കസ്റ്റമർ വന്നപ്പോഴാണ് എൻ്റെ ഹാപ്പിയസ്റ്റ്. തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു കസ്റ്റമർ വന്നപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അങ്ങോട്ട് എന്താണ് ആ ഒരു വർഷം എന്ന് പറയുന്നത് പ്രൗഡ് മൂമെൻറ്റ്സ് തന്നെയായിരുന്നു. മൊമെൻ്റ് മാത്രമല്ല, പ്രൗഡ് മൂമെൻറ്റ്സ് ആയിരുന്നു. ശശി തരൂർ സാറ് വന്നു, പിന്നീട് എന്താണ് കപിൽ സാറ് വന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് ആളുകൾ എന്താണ് അവരൊക്കെ വന്ന് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. 4.9 ആണ് നമ്മളെ ഗൂഗിൾ റേറ്റിംഗ്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൊമെന്റും ആസ്വദിക്കുകയാണെന്നല്ലേ നിഷിക്ക മൊമെന്റസ് ജ്വല്ലറി ഉണ്ടായതുകൊണ്ട് ഓരോ മൊമെന്റും എന്താണ് ഒപ്പിയെടുക്കുകയാണ്. റിസോർട്ടിൽ വന്ന ആളുകൾ എന്താണ് കൊളാബ് ചെയ്യാണ്, ഷെയർ ചെയ്യാണ്. സോ ഹാപ്പി. നമ്മുടെ ഫസ്റ്റ് ബേബി ആണല്ലോ അല്ലേ? അതെ, ഫസ്റ്റ് ബേബിയാണ്. അതെ, ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ കുഞ്ഞ്. അപ്പോൾ എനിവേ വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡ്. വളരെ എന്താ പറയണത്, ഒരുപാട് എനിക്ക് പേഴ്സണലി എപ്പിസോഡ് ഇഷ്ടപ്പെടാനുള്ള റീസൺ, നമ്മളിപ്പം ഒരുപാട് ബിസിനസ് ഐഡിയാസ് കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അവരുടെ ഗ്രോയിങ് സ്റ്റേജ് പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഇൻവെസ്റ്റർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഒരു ബുക്ക് വായിച്ച് പ്രതീതി കിട്ടുന്ന ഒരു എപ്പിസോഡ്. ബേസിക്കലി അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങളെപ്പോലെ ആളുകൾ തുടങ്ങി വെച്ചതുകൊണ്ട് തന്നെ, അതൊരു സക്സസ്ഫുൾ മോഡലാക്കി നിങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ പാത പിന്തുടർന്ന് ആ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനും ഒരു ഇൻവെസ്റ്റർ വന്നാൽ അവരെ എങ്ങനെ ഹാപ്പിയായിട്ട് കൂടെ നിർത്താമെന്ന് പഠിക്കാനൊക്കെ സാധിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ്. അപ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. ആദ്യത്തെ ഒരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, നമ്മുടെ മാഗസിനിൽ നല്ലൊരു കവർ ചെയ്യാൻ സാധിച്ചു, എല്ലാ വളർച്ചയിലും കൂടെ നിൽക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, ഒരു ഫാമിലി ആയിട്ട് തന്നെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ പ്രൗഡാണ്. മറക്കാൻ പറ്റാത്തൊരു ഒരു ഫേമാണ് അന്നമ്മേൻ്റെയും രംഗുവിൻ്റെയും ഫേം. കാരണം ഞാനും ഗ്രോ ചെയ്യുന്ന സമയത്തായിരുന്നു ഇവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ വളരെ വലിയൊരു ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഈ ഇൻ്റർവ്യൂ ഹിറ്റായി പോയിരുന്നു. അപ്പം അതിലൂടെ ഒരുപാട് ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വീണ്ടും എത്താൻ സാധിച്ചതിലും നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചതിലൊക്കെ വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ 700 ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നമ്പറൊക്കെ ഒന്ന് കൂടി നമ്മുടെ ഷോപ്പിംഗ് ടാർഗറ്റ് അടുത്ത പകുതിയാകുമ്പോൾ ഞാൻ വിളിക്കാം. ഡെഫിനറ്റ്ലി അതെ, 1500 ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യണം. കാരണം എപ്പോഴും വിജയിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്, തോൽവികൾ പലപ്പോഴും ഉണ്ടാകും. തോൽവി ഉണ്ടായാലാണ് ഒരു മനുഷ്യന് വിജയിക്കാനുള്ള ത്വര കൂടത്തുള്ളൂ. പക്ഷെ ആ വിജയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം എങ്ങനെ വിജയിച്ചു, എന്ത് ചെയ്ത് വിജയിച്ചു. പലരും തോറ്റുപോകുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്ത് വിജയിക്കാം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിജയിക്കാം എന്ന് പറയുക. പാഷനേറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത സക്സസ് ആണ് പറയുന്നത്. അതെ, പാഷൻ എന്ന് പറയുന്നത് ആർട്ടാണ്. അപ്പോൾ ആർട്ടിൻ്റെ ഒപ്പം സയൻസും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര പാഷനേറ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി, ആ റെസ്റ്റോറൻറ്റിൻ്റെ സയൻസ് നമ്മൾ പഠിക്കണം. സയൻസ് എന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് വരുന്നത്, ഒരു ഡിഷ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ലാഭമാണ് കിട്ടുന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായി
നോളജ് ഉണ്ടാക്കുക. സയൻസും ആർട്ടും കൂടി മിക്സ് ചെയ്യണം. മാനേജ്മെൻറ്റ് ഇസ് സയൻസ് ആൻഡ് ആർട്ട് തന്നെയാണ് അതിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത്. ആ മാനേജ്മെൻറ്റ് തിയറീസൊക്കെ എന്താണ് കൂടുതലും കുറേ കേസ് സ്റ്റഡീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ നല്ല ബുക്കൊന്നും റെഫർ ചെയ്യണ്ട, ഒറ്റ മലയാളത്തിൽ ചോദിച്ചാൽ തന്നെ കിട്ടും. ഇങ്ങനെയാണ് എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി, മുമ്പ് പഠിച്ചിട്ടുള്ള കേസ് സ്റ്റഡികൾ പഠിക്കാൻ. ഇതൊക്കെ ഒരു അഡ്വക്കേറ്റ് ജോലി പോലെ തന്നെയാണ്. മുമ്പുള്ള കേസ് എങ്ങനെയാണോ ആ കേസ് നോക്കിയിട്ട് കൂടുതൽ റെഫർ ചെയ്യുക. ഇന്ന് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മീഡിയ വന്നുകൊണ്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ്. സോ ദാറ്റ് എല്ലാവരും എന്താണ് അതിലേക്ക് വരിക. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ ഞാൻ ദുബായിൽ കാണുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൂമെൻ്റ് ഒരു കേരളക്കാരൻ എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും പ്രൗഡായിട്ട്. എല്ലാവരും സംരംഭരാണ്, എല്ലാവരും ബിസിനസ് ഐഡിയകളായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും എന്താണ് ഒരു ബിസിനസ് കൺസെപ്റ്റ് ഉണ്ട്. വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ബിസിനസ് കൺസെപ്റ്റ് ഉണ്ട്. അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ടോപ്പ് ക്ലാസ്സിൽ മലയാളികളാണ് അവിടെ കൂടുതലുള്ളത്. ആ മലയാളി കമ്മ്യൂണിറ്റി എന്താണ്, കേരള കമ്മ്യൂണിറ്റി ഓരോ റീജിയൻ, വെദർ ഇറ്റ് ഈസ് കോഴിക്കോടായിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, എല്ലാവരും വലിയ വലിയ സംരംഭകരാണ്. അപ്പോൾ ഞാൻ പണ്ടത്തെ 1700s ഉള്ള ഒരു ഒരു ഇംഗ്ലണ്ടിനെയാണ് ഞാൻ കേരളത്തിനായിട്ട് കാണുന്നത്. അത്രയും വലിയ സംരംഭർ, പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയങ്ങളൊക്കെ ആയിട്ടാണ് കേരളത്തിലുള്ള ആളുകൾ വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പോലത്തെ ആളുകളും തീർച്ചയായിട്ടും എന്താണ് കേരളവും വളരട്ടെ, നമ്മളും വളരട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവിധ ആശംസകളും. നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പോലെ ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആണ് കോഴിക്കോട്ടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട്. നല്ലൊരാളെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനാഗുറേഷന്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മൾ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. തോൽക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ജയിക്കുക, കൂടെ നിൽക്കുന്നവരെ ജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. എന്ന് നിഷിൻ തസ്ലീം നമ്മളോട് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ വിജയിക്കാൻ പാഷനേറ്റായിട്ട് നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയാൽ നമുക്കത് സാധിക്കുമെന്ന്. ഇതുപോലെ വിജയിച്ചൊരു സംരംഭകനായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.